ഇസ്ലാമോഫോബിയ വേഴ്സസ് മുസ്ലിമോഫോബിയ പാർട്ട് 5. കമ്മ്യൂണിസ്റ്റുകാരുടെ മുസ്ലിമോഫീലിയ എന്ന സബ് ടൈറ്റിൽ എന്തായാലും തെറ്റിദ്ധരിക്കേണ്ട, അക്കാര്യം അവസാനം വ്യക്തമാക്കും. എന്തായാലും മുസ്ലിമുകളെ സംശയദൃഷ്ടിയോടെ നോക്കുന്ന ഒരു ലോകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നതെന്നും അതിനുള്ള കാരണം ഇസ്ലാം മതവിശ്വാസികളാൽ ചെയ്യപ്പെടുന്ന തീവ്രവാദ ആക്രമണങ്ങളാണ് എന്നുമായിരുന്നു കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞിരുന്നത്. അതിന് ഉപോത്ബലകമായി നമ്മൾ പല ഉദാഹരണങ്ങളും കാണുകയുണ്ടായി. അവയ്ക്ക് പുറമെ ഉദാഹരണങ്ങൾക്ക് പുറമെ 2001 9/11 എന്ന കുപ്രസിദ്ധമായ അമേരിക്കയിൽ നടന്ന ഭീകരാക്രമണം മുതൽ ഇസ്ലാം മതവിശ്വാസികളാൽ നടത്തപ്പെട്ട, അതായത് ഇസ്ലാമിന്റെ മഹത്വത്തിനായി മാത്രം, അള്ളാഹുവിന്റെ സ്തുതിക്കായി മാത്രം നടത്തിയ ഭീകരാക്രമണങ്ങളുടെ ലിസ്റ്റാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. ഓരോ ആക്രമണങ്ങളിലും കൊല്ലപ്പെട്ടവരുടെ സംഖ്യ മാത്രമേ പറയുന്നുള്ളൂ, പരിക്കേറ്റവരുടെ സംഖ്യ പറയുന്നുള്ളൂ. 2001 മുതൽ തുടങ്ങാം. 2001 സെപ്റ്റംബർ 11 അന്ന് കൊല്ലപ്പെട്ടവരുടെ സംഖ്യ 2996. ഇത് ഔദ്യോഗിക കണക്കാണ്. വാസ്തവത്തിൽ 3500ഓളം പേർ കൊല്ലപ്പെട്ടുവെന്നാണ് പലരും പറയുന്നത്. ഇതൊക്കെയാണ് നമുക്ക് ഔദ്യോഗിക കണക്കെടുക്കാം. 2002 ഇന്തോനേഷ്യയിലെ ബാലിയിൽ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ 202 പേരാണ് കൊല്ലപ്പെട്ടത്. അതിൽ മരിച്ചവരിൽ ഭൂരിഭാഗം ഓസ്ട്രേലിയ എന്നുള്ള ടൂറിസ്റ്റുകളായിരുന്നു. 2003 സൗദി അറേബ്യയിൽ തന്നെ 27 പേരാണ് കൊല്ലപ്പെട്ടത്. 2004 സ്പെയിനിലെ മഡ്രിഡിൽ ട്രെയിനിൽ ബോംബ് വെച്ച് മഡ്രിഡിൽ 193 പേരാണ് കൊല്ലപ്പെട്ടത്. 2005 4 ആക്രമണങ്ങളാണ് ഉണ്ടായത്. അതിലൊന്നാണ് 7/7 എന്നറിയപ്പെടുന്ന ലണ്ടനിലെ ആക്രമണം, 52 പേര്. ആ വർഷം തന്നെ ഈജിപ്തിൽ 88 പേര്, ഇന്തോനേഷ്യയിൽ 60 പേര്, ജോർഡനിൽ 60 പേര്, അങ്ങനെ മൊത്തം 260 പേരാണ് കൊല്ലപ്പെട്ടത്. 2006 2 ആക്രമണങ്ങൾ. ഒന്നായിരുന്നു ബോംബെയിലെ ബോറിവിളിയിൽ, ഞാനെന്നും യാത്ര ചെയ്തിരുന്ന ട്രെയിനായിരുന്നത്. ആ ട്രെയിനിൽ 209 പേരാണ് കൊല്ലപ്പെട്ടത്. ആ വർഷം തന്നെ ഈജിപ്തിലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ 23 പേര്. അങ്ങനെ ആ വർഷം 232 പേരാണ് കൊല്ലപ്പെട്ടത്. 2007 ആക്രമണമൊന്നും ഉണ്ടായില്ല. 2008 3 ആക്രമണങ്ങൾ, അത് 3 ഇന്ത്യയിലായിരുന്നു. ജയ്പൂരിൽ 80 പേർ കൊല്ലപ്പെട്ടു. അഹമ്മദാബാദിൽ 56 പേര് കൊല്ലപ്പെട്ടു. ബോംബെയിലെ, പിന്നെ അത് കഴിഞ്ഞ ബോംബെയിലെ വലിയ അറിയാവുന്ന അജ്മൽ കസബൽ എന്ന് പറഞ്ഞ ഭീകരവാദിയെ പിടിച്ചെടുത്തായിട്ടുള്ള ആ ആക്രമണം, അതിൽ 166 പേരും. അങ്ങനെ 302 ഇന്ത്യക്കാരാണ് ആ വർഷം 2008 കൊല്ലപ്പെട്ടത്. ഇതിനു വേണ്ടി, ഇസ്ലാമിന്റെ മഹത്വത്തിന് വേണ്ടി. 2009 പാകിസ്ഥാനിൽ ശ്രീലങ്കയിൽ നിന്ന് ക്രിക്കറ്റുകാരെ ആക്രമിക്കാൻ നോക്കിയതാണ്. പക്ഷേ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെല്ലാം അവിടുത്തെ സൈനിക ഉദ്യോഗസ്ഥരായ 8 പേരായിരുന്നു. 2010 3 ആക്രമണങ്ങൾ. 1 മോസ്കോയിൽ, 2 ആക്രമണം പാകിസ്ഥാനിൽ. രണ്ടിലും കൂടി 168 പേരാണ് കൊല്ലപ്പെട്ടത്. 2011 ആക്രമണമൊന്നും ഉണ്ടായില്ല. 2012 2 ആക്രമണം. ഫ്രാൻസിലും റഷ്യയിലുമായിരുന്നു പ്രധാനപ്പെട്ട ആക്രമണം. രണ്ടിലും കൂടി 21 പേര് കൊല്ലപ്പെട്ടു. 2013 3 ആക്രമണം. ബോസ്റ്റൺ മാരത്തോൺ, അമേരിക്കയിലെ ബോസ്റ്റൺ മാരത്തോൺ ഓർക്കുന്നുണ്ടല്ലോ, 3 പേര്. ലണ്ടനിൽ ഒരു പട്ടാളക്കാരനെ കൊന്നു. നൈറോബിയിൽ ഒരു ഹോട്ടലിൽ ബോംബ് വെച്ച് 67. അങ്ങനെ ആ വർഷം 71 പേരെയാണ് കൊന്നത്. 2014 15 തീവ്രവാദി ആക്രമണമാണ് ഉണ്ടായത്. അതിൽ മൊത്തം കൊല്ലപ്പെട്ട എത്രയെന്നറിയാമോ? 7323 പേർ. നൈജീരിയയിൽ ഒരാക്രമണത്തിൽ 200, മറ്റൊന്നിൽ 32, മറ്റൊന്നിൽ 120. ഇറാഖിൽ ഒരാക്രമണത്തിൽ 670, വേറൊരാക്രമണത്തിൽ 1100. പിന്നെ അത് വലുതായിരുന്നു.
ഇറാഖിലെ യസീദികൾ എന്ന് പറഞ്ഞ ഒരു വംശത്തെ മൊത്തം വംശഹത്യ നടത്തിയത് 5000-ലധികം പേര്. പിന്നെ അത് പാകിസ്ഥാനിലെ പേഷവാറിലെ ഒരു സ്കൂൾ വിദ്യാർത്ഥികൾ 140 പള്ളിക്കൂടും പിള്ളേരെയാണ്. പിന്നെ ഓസ്ട്രേലിയയിലെ, റഷ്യയിലെ, കാനഡ, US, യമന്, ഫ്രാൻസ്, ഇങ്ങനെ എല്ലാവരുടെ 15 തീവ്രവാദി ആക്രമണങ്ങൾ 7323 പേരാണ് കൊല്ലപ്പെട്ടത്. ഇപ്പൊ എത്രയായി? 37 ആക്രമണങ്ങൾ. ഇനി 2015 99 ആക്രമണങ്ങൾ, തീവ്രവാദി ആക്രമണം. 99, ഒന്നും രണ്ടുമല്ല. മരണസംഖ്യയോ 2742 മരണങ്ങൾ. അതിൽ വലിയ ഈജിപ്തിൽ നിന്ന് റഷ്യയിലേക്ക് പോയ ഒരു വിമാനത്തിനെ അവർ വെടിവെച്ച് 224 പേരാണ്. പിന്നെ ഫ്രാൻസിലെ ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ അതിന് പുറത്തുമെല്ലാം കൂടെ ആക്രമണം നടത്തി ഒരൊറ്റ ദിവസം ഒരൊറ്റ രാത്രി 137 പേരാണ് കൊല്ലപ്പെട്ടു ഫ്രാൻസിൽ. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഫ്രാൻസിൽ ഇത്രയധികം പേർ ഒരൊറ്റ ദിവസം മരിക്കുന്നു ആദ്യമായിട്ട്. അങ്ങനെ 2742 പേരെയാണ് ആ വർഷം അവർ കൊന്നത്. 2016 49 തീവ്രവാദി ആക്രമണം. അമേരിക്കയിൽ ഒരു ആക്രമണം 49 പേര് വെച്ച്, പിന്നെ ഇന്ത്യ 2 സ്ഥലത്ത് ആക്രമണം, ജർമ്മനിയിൽ 3 സ്ഥലത്ത് ആക്രമണം, എല്ലാം കൂടെ കൂടി 1486 മരണങ്ങൾ. 2017 29 തീവ്രവാദി ആക്രമണം. അതാണെന്നും 2017 ഇംഗ്ലണ്ടിൽ 4 ആക്രമണം ഉണ്ടായത്. അത് വലുതായിരുന്നു. ഇവിടെ മാഞ്ചസ്റ്റർ അരീനയിൽ 22 പേര്. ലണ്ടൻ ബ്രിഡ്ജിലോട്ട് കാർ ഓടിച്ചേറ്റ് ബ്രിഡ്ജെ കടന്ന് നടന്നു പോയവരെ 11 പേര്. അതിൽ പിന്നെ അവർക്കൊന്നും ഒരു സ്ത്രീ, ഒരു വിദേശ വനിത ഇടിച്ച് തെറിച്ച് തേംസ് നദിയിലേക്ക് വീണിട്ട് പിന്നെ അവരുടെ ബോഡി കിട്ടി തന്നെ 3-4 ദിവസം കഴിച്ചു. പിന്നെ ബാർസലോണയിൽ ഇവർക്കൊക്കെ എന്തിന് ഒരു കാരണവുമില്ല. ഇവരോട് ഒരു വൈരാഗ്യവും ഇല്ല. ഈ രാജ്യങ്ങളോ ഈ വ്യക്തികളോ ഒന്നും ആരെയും ആക്രമിച്ചില്ല, ആർക്കെതിരായും പുസ്തകങ്ങൾ എഴുതിയില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഓർത്തോണം, ആ കാര്യം മറക്കരുത്. ഇനി 2018 29 തീവ്രവാദി ആക്രമണങ്ങൾ. അത് കൊല്ലപ്പെട്ടത് 1096 പേര്. ഫ്രാൻസ്, ബെൽജിയം, നെതർലൻഡ്സ്, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഉണ്ട്. 2019 9 തീവ്രവാദി ആക്രമണങ്ങൾ. അതിൽ 467 പേരാണ് കൊല്ലപ്പെട്ടത്. അതിൽ ഏറ്റവും ദയനീയമായിട്ടുള്ളതായിരുന്നു ശ്രീലങ്കയിലെ ഈസ്റ്റർ ദിനത്തിൽ പള്ളിയിൽ ആദ്യ കുർബാനയ്ക്കൊള്ളാനായി വന്നിരുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ 269 കുഞ്ഞുങ്ങളെ നിഷ്കരണം കൊന്നു അവരവരുടെ കാരണവന്മാർ ഉൾപ്പെടെ. അതുപോലെ ഫിലിപ്പൈൻസിലെ പള്ളി കുർബാന കണ്ടുകൊണ്ടിരുന്ന 20 പേരെ ബോംബ് വെച്ചു. ആ വർഷം തന്നെ ഇന്ത്യയിലെ മിലിറ്ററിക്കെതിരെ ആക്രമണം 40 ഇന്ത്യൻ പട്ടാളക്കാരെ. അങ്ങനെ 467 പേരാണ് ആ വർഷം കൊല്ലപ്പെട്ടത്. 2020 8 ആക്രമണങ്ങൾ. അതിൽ 167 പേരാണ് കൊല്ലപ്പെട്ടത്. ഓസ്ട്രിയ, ഫിലിപ്പൈൻസ്, മൊസാംബിക്, ഫ്രാൻസ്, ഇങ്ങനെയുള്ള രാജ്യങ്ങൾ. 2021 5 ആക്രമണങ്ങൾ. അതിൽ 257 പേരാണ് മരിച്ചത്. 2022 6 ആക്രമണങ്ങൾ. അതിൽ 30 പേരാണ് മരിച്ചത്. അത് നോർവേ, US, ഫ്രാൻസ്, ഇന്ത്യ പലപ്പോഴും വരുന്നുണ്ട്. 2023 5 ആക്രമണങ്ങൾ, 80 മരണങ്ങൾ. ഫ്രാൻസ്, ബെൽജിയം, ഇന്ത്യയും ഫ്രാൻസ്, ബെൽജിയം ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെയാണ് ഇന്നുള്ളത്. ഇംഗ്ലണ്ട്, ബെൽജിയം, ഫ്രാൻസ്, ഇന്ത്യ, ഇതെല്ലാമാണ് അവരുടെ ലക്ഷ്യങ്ങൾ. 2024 ഏപ്രിൽ വരെയുള്ള കാര്യങ്ങൾ 3 ആക്രമണങ്ങൾ. ഈ 3 ആക്രമണങ്ങളിൽ 242 പേരെയാണ് കൊന്നത്. നമുക്കറിയാം, ഏറ്റവും അവസാനം ഇവിടെ റഷ്യയിലെ കൺസേർട്ട് ഹാളിലെ ഗാനമേള കണ്ടുകൊണ്ടിരുന്ന 145 പേരെ വെടിവെച്ച് 145 ബോംബിട്ടൽ വെടിവെച്ചു. അങ്ങനെ 2024 ഏപ്രിൽ വരെ മൊത്തം 279 ആക്രമണങ്ങൾ നടന്നു. അതിൽ 71 ആക്രമണങ്ങൾ യൂറോപ്പിലും 9 ആക്രമണങ്ങൾ ഇന്ത്യയിലായിരുന്നു. ഈ 279 ആക്രമണങ്ങളിൽ മൊത്തം 18,857 പേരാണ് കൊല്ലപ്പെട്ടത്. അതായത് 2001 മുതൽ 2024 ഏപ്രിൽ മാസം വരെയുള്ള കാലയളവിൽ ഇസ്ലാമിന്റെ മഹത്വത്തിനായി, അള്ളാഹുവിന്റെ സ്തുതിക്കായി
ഇസ്ലാമിക തീവ്രവാദികൾ എടുത്തത് 1857 ജീവനുകളെയാണ്. ഒരു ലോകമഹായുദ്ധത്തിന്റെ പ്രീതി തന്നെയല്ലേ ഇതുണ്ടാക്കുന്നത്? അപ്പോൾ പിന്നെ അതിൽ നിന്നുണ്ടാകാൻ ഈ ഭയത്തെ ഫോബിയ എന്ന് വിളിക്കണോ? ഇത്രയും മരണങ്ങൾ നേരിട്ട് കണ്ടനുഭവിച്ച ജനങ്ങളോടാണോ ചില നിഷ്കളങ്കർ പറയുന്നത് നിങ്ങൾക്ക് ഇസ്ലാമാ ഫോബിയാണെന്ന്? എന്തൊരു നാറിയ വർത്തമാനമായി പറയുന്നത്. ഈ തലമുറ ഇത് മുഴുവൻ കണ്ടതല്ലേ 2001 മുതൽ ഉള്ള ഈ കാര്യങ്ങൾ. ഇന്ന് 30 വയസ്സുള്ളൊരു കൊച്ചു വരെ ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഓർത്തിരിപ്പുണ്ട്. അമേരിക്കൻ എക്സൽ ബുള്ളി എന്ന പട്ടിയെ പോലെയുള്ള ഏതൊരു പട്ടിയെ കാണുമ്പോഴും ജനങ്ങൾക്കുണ്ടാകുന്ന ഭയം പോലെയാണ് ഏതൊരു ഇസ്ലാം മതവിശ്വാസിയും കാണുമ്പോൾ ലോകജനതയ്ക്കുണ്ടാകുന്നത്. മിക്കവരും അത് പരസ്യമായി പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രം, എല്ലാവരുടെയും ഉള്ളിൽ ഒരു മുസ്ലിമായ ഒരു വ്യക്തി അത് ഏഷ്യക്കാരൻ എന്നെ കണ്ടാലും വരാം, ഞാൻ ഒരുപാട് പേര് കേട്ടിട്ടുള്ളതാണ്, ഒരുപാട് പേര് ഇന്നും കേട്ടുകൊണ്ടിരിക്കുന്നതാണ് മുസ്ലിമാണ്. കാരണം കള്ളക്കാരെ ഓർക്കുന്നു ഇവനൊരു മുസ്ലിമാണ്, ഇവൻ ഉടനെ നമ്മളെ തകർക്കാൻ വന്നിരിക്കുന്നതാണ്. ഞാൻ പറയുന്നത് അവരെ കുറ്റം പറയാൻ പറ്റില്ല എന്നാണ് എനിക്ക് പറയുന്നത്. പിന്നെ ചില പറഞ്ഞിരിക്കും എനിക്ക് ഇസ്ലാമോ ഫോബിയ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. നിങ്ങളെങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പറയും, എനിക്കൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ ഇക്കാര്യം, അതായത് ഈ മുസ്ലിങ്ങളെ കാണുമ്പോൾ ഭയമാണെന്നുള്ള കാര്യം, മുസ്ലിമായ ഒരാൾ തന്നെ പരസ്യമായി പറയുന്നത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അയാളുടെ സ്വരത്തിൽ തന്നെ ഞാൻ കേൾപ്പിക്കാം. ഡോക്ടർ ആരിഫ് ഹുസൈൻ തെരുവത്തിന്റെ ആ പേരിൽ തന്നെയുള്ള ഒരു യൂട്യൂബ് ചാനലിൽ 2024 മെയ് മാസം 12-ാം തീയതി നടന്ന ഒരു സംവാദത്തിൽ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ പറയുന്നത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഈ ഒരു ഞായറാഴ്ച ശനിയാഴ്ച ഈ കോളേജ് പഠിക്കുന്ന ടൈമിലൊക്കെ കാലം അങ്ങനെ ചിട്ടയല്ലായിരുന്നു. പക്ഷെ ഇടക്ക് ഒരു സുഹൃത്ത് പള്ളിയിൽ പോയി കഴിഞ്ഞ് പള്ളിയിൽ ഇരിക്കുമ്പോ ആഹാ ഇത് സമാധാനം, പള്ളിയിലൊക്കെ ഇടയ്ക്ക് വന്ന് ഇരിക്കുക എന്നൊക്കെ പണ്ട് തോന്നാറുണ്ട്. ഈ അടുത്ത് പള്ളി പോകുമ്പോ എനിക്ക് അങ്ങനെ തോന്നാറില്ല. അത് മെയിൻ കാര്യം. മെയിനായിട്ട് ഈ ഇവര് നിസ്കരിക്കുമ്പോ ഇങ്ങനെ അള്ളാഹു വിളിക്കണ കേൾക്കുമ്പോ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് ഈ 1600-300 വർഷങ്ങൾക്ക് മുമ്പ് ഇവര് പട്ടാളങ്ങൾ ഓരോ രാജ്യം കയറി അതിക്രമിച്ചും ഇതൊക്കെ ചെയ്ത് നടന്ന ടൈമിലുണ്ട് ഇവര് ഒരു വാർക്രൈ പോലെ എനിക്ക് തോന്നുന്നത്. ഇവരെല്ലാരും കൂടി ഇങ്ങനെ അള്ളാഹു വിളിക്കുമ്പോ ഒരു കൊടിയും വേണ്ട കുതിരയും വേണ്ട വാളും കൊടുത്തുവിട്ട് കഴിഞ്ഞാൽ ഇവര് പോയി അപ്പുറത്തെ ജംഗ്ഷൻ പോയി തല്ലി പൊട്ടിക്കും എന്നുള്ള രീതിയിലാണ് അവര്. എനിക്ക് അങ്ങനെ ഒരു ഫീലാണ് ഒരു ഭക്തി തോന്നാറില്ല. ചെക്ക മുസ്ലിം വിരുദ്ധനുമാണ് കേട്ടാ. അല്ല അത് എന്റെ അടുത്ത് ഇങ്ങനെ പറയാറുണ്ട്. ഞാനാണ് എന്റെ മനസ്സിലുള്ള കാര്യങ്ങള് പിന്നെ പുറത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് പിന്നെ ഭയങ്കര വിഷയം. അതായത് ഒരു തവണ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞ് ഞങ്ങളെ ചുമ്മാ ക്യാഷുമായിട്ട് ഇരിക്കുന്നു. അപ്പൊ അവൻ മുസ്ലിമാണ്, ഞാനും മുസ്ലിമാണ്, ഫ്രണ്ട്ലി ഫയറാണ്. ഞാൻ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ഹിന്ദു മുസ്ലിം അല്ല, ഞങ്ങളെന്റെ മുസ്ലിമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ അപ്പൊ അവന്റെ അടുത്ത് പറഞ്ഞ് എല്ലാ മുസ്ലിങ്ങളും ഒരു ടൈം ബോംബാന്ന് പറഞ്ഞു. അധികം പറഞ്ഞ് അങ്ങനെ ആ വഴിയില്ല, നീ അത് ഭയങ്കര ജനറലൈസ് ചെയ്യാണ്, എല്ലാവരും ടെററിസ്റ്റ് ആണെന്നുള്ള. ഞാൻ പറഞ്ഞ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇപ്പോ കൺവെൻഷനൽ ആയിട്ട് ഞാൻ വെള്ളിയാഴ്ച മാത്രം പള്ളിയിൽ പോകുന്ന ഒരു മുസ്ലിം ആണെങ്കിൽ ഫ്യൂച്ചറിൽ ഈ മതത്തിലൊരു ക്രൈസിസ് വരെയാണ്, ഇതൊരു എക്സിസ്റ്റൻസിന് ഒരു ക്രൈസിസ് വരെയാണെങ്കിൽ ഈ വെള്ളിയാഴ്ച മാത്രം പള്ളി പോകുന്ന, റമദാനിന് മാലിന് സമൂഹം ഇടാൻ വേണ്ടി മാത്രം പോകുന്ന ആളുകൾ വരെ തോക്കും കമ്പിപ്പാരെ ഇതൊന്നും എനിക്കറിയാം. അത് നമ്മുടെ മതത്തിൽ പറഞ്ഞൊരു കാര്യമാണ്. അല്ല, ഞാൻ അതാണ് ടൈം ബോംബ് ഉദ്ദേശിച്ചത്. ടൈം ആയി കഴിഞ്ഞാൽ ഈ ബോംബുകൾ പൊട്ടും. ടപ്പെടുന്ന പറഞ്ഞ ഓരോ തരത്തിൽ പൊട്ടും. അത് ഞാൻ ഉദ്ദേശിച്ചത് അവരുടെ ഒരു എന്താ വയലന്റ് നേച്ചറാണ്. കേട്ടല്ലോ ആ പയ്യൻ പറഞ്ഞത്. എല്ലാ മുസ്ലിമുകളും ഒരു ടൈം ബോംബ് ആണെന്നാണ് ആ ചെറുപ്പക്കാരൻ പറയുന്നത്. ഞാനല്ല പറയുന്നത്, കേട്ടില്ലേ അദ്ദേഹം? ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കാണാം
നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കാണാം. ഡോക്ടർ ആരിഫ് ഹുസൈൻ ദൈവത്തിന്റെ യൂട്യൂബ് ചാനലിൽ 2004 മെയ് മാസം 12-ാം തീയതി നടന്ന ചർച്ചയാണ്, അല്ലാതെ പണ്ടിന് നടന്നതല്ല ആണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. അപ്പോ ഇങ്ങനെയുള്ള ടൈം ബോംബുകളെ ഭയക്കുന്നത് ഫോബിയാണോ? അല്ലാഹു അക്ബർ എന്ന് വിളിക്കുന്നത് ആക്രമണത്തിനുള്ള പോർവിളിയായിട്ടാണ് മസ്ജിദിൽ നിസ്കാരം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ആ പയ്യന് തോന്നിയത്. ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും അല്ല തോന്നിയത്. മസ്ജിദിൽ നിസ്കാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരൻ അങ്ങനെ തോന്നിയാൽ, പൊതുസ്ഥലത്ത് നിന്ന് മുസ്ലിങ്ങൾ നിസ്കാരം നടത്തുമ്പോൾ ശത്രു സൈന്യം ഇരച്ചു കയറി വരുന്ന പോലെ മറ്റുള്ളവർക്ക് തോന്നിയാൽ അവരെ കുറ്റം പറയാമോ? പൊതുസ്ഥലത്തെ നിസ്കാരത്തെ എതിർക്കുന്നവർക്ക് ഇസ്ലാമോഫോബിയായോ മുസ്ലിമോ ഫോബിയായോ ഒക്കെ ഉണ്ടെന്ന് പറയാൻ എന്തെങ്കിലും കഴമ്പുണ്ടോ? ഒരു കഴമ്പും ഇല്ലേ പറയുന്നത്. ഇനി ഇതൊന്നും, അതായത് ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ, ഞാൻ റെക്കമെൻഡ് ചെയ്ത പുസ്തകങ്ങൾ വായിക്കുവോ, ഞാൻ പറഞ്ഞ റെക്കമെൻഡ് ചെയ്ത യൂട്യൂബ് ചാനൽ കാണുവോ, ഒന്നും വേണ്ട. ഈ ഭയം ഉണ്ടാകാം. കേരള സ്റ്റോറി എന്ന സിനിമ കണ്ടാൽ മാത്രം മതി. ഞാനത് കണ്ടു. ഇനി അത് കണ്ട് മറ്റ് ചിലർ എന്നോട് പറഞ്ഞത് അവരൊക്കെ മാനസികമായി തളർന്നുപോയി, പേടിയാണ്, ദുസ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയെന്നാണ്. എല്ലാ ഇന്ത്യക്കാരും കണ്ടിരിക്കേണ്ട ഒന്നാണ് കേരള സ്റ്റോറി എന്ന സിനിമ. ചുരുക്കത്തിൽ മുസ്ലിമോ ഫോബിയായും ഒരു ഫോബിയ അല്ലെന്ന് വേണം പറയാൻ. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഉണ്ടാകുന്ന പ്രതികരണങ്ങളെ അവഹേളിക്കുന്നത് ഒരു തരത്തിൽ ശരിയല്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇസ്ലാമോ ഫോബിയായും മുസ്ലിമോ ഫോബിയായും ഫോബിയകളല്ല. അവ രണ്ടും മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ആവശ്യകമായ മാനുഷിക പ്രതികരണങ്ങൾ മാത്രമാണ്. ഇനി ലോകമെമ്പാടും ഇസ്ലാമോഫോബിയായും മുസ്ലിമോഫോബിയായും വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, മുസ്ലിമോഫീലിയ ആണ് കാണുന്നത്. ഫോബിയ അകാരണമായ ഭയമാണ്. അതിന് നേരെ വിപരീതമാണ് ഫീലിയ. അകാരണമായ ഒരടുപ്പം, ഒരിഷ്ടം, ദുഷ്ടലാക്കോടുകൂടിയ ഒരടുപ്പത്തിനാണ് ഫീലിയ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പീഡോഫീലിയ എന്ന് പറഞ്ഞാൽ കുട്ടികളെ അനാശാസ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി കുട്ടികളോട് ചങ്ങാത്തം കൂടുന്നതിനെയാണ് പീഡോഫീലിയ എന്ന് പറയുന്നത്. അതുപോലെയുള്ള ഒന്നാണ് ഇപ്പോൾ കേരളത്തിൽ കാണുന്ന ഈ പ്രതിഭാസം. അതെന്താണെന്ന് വെച്ചാൽ ഇസ്ലാമും കമ്മ്യൂണിസവും തമ്മിലുള്ള ബന്ധം. വയലൻസ് ഈസ് ദ മിഡ് വൈഫ് ഓഫ് റെവല്യൂഷൻ എന്നാണ് കാരണമായി പറഞ്ഞത്. അതായത് കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടക്കണമെങ്കിൽ അക്രമവാസനയുള്ളവർ വേണം. അക്രമവാസനയെ പുകഴ്ത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഏക മതം ഇസ്ലാമാണ്. അതുകൊണ്ട് കമ്മ്യൂണിസത്തിന് ഏറ്റവും അനുയോജ്യരായവർ മുസ്ലിമുകളാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസം സ്ഥാപിച്ചവർ അന്ന് മുതലേ മുസ്ലിമുകളെ കൂട്ടത്തിൽ കൂട്ടി. അതായത് ഇസ്ലാമിക് കാലിഫേറ്റ് ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി ഉണ്ടാക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാരുടെ വിചാരം എന്താണെന്ന് വെച്ചാല് മുസ്ലിമുകളെ പ്രീണിപ്പിച്ച് അവരുടെ വോട്ട് നേടി അധികാരത്തിലെത്തി തങ്ങളുടെ ലക്ഷ്യമായ കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി സ്ഥാപിക്കാനെന്നാണ്. ദൈവവും മതവും ആരാധനാലയങ്ങളും ഒന്നുമില്ലാത്ത ആധുനിക മനുഷ്യ സെക്യുലർ 100% സെക്യുലർ ആയിട്ടുള്ള ഒരു സമൂഹം കെട്ടിപ്പിടിക്കാണ്. അതേസമയം ഇസ്ലാം വിശ്വാസികൾ ചിന്തിക്കുന്നത് അവർ ഒന്നാകെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്ന് പാർട്ടിയിലെ ഉന്നത സ്ഥാനങ്ങളിലെത്തി ഭരണചക്രം മുഴുവൻ മുസ്ലിമുകളുടെ കയ്യിലാക്കി രാജ്യത്തെ ഒരു ഇസ്ലാമിക് കാലിഫേറ്റ് ആക്കി മാറ്റാൻ എന്നാണ്. എങ്ങനെയുണ്ട് രണ്ടുപേരുടെ സ്വപ്നങ്ങൾ? ചാക്കിക്കൊത്ത ചാക്കറല്ലേ? ഇന്നും ഇങ്ങനെ തന്നെയാണ് കേരളത്തിൽ കാര്യങ്ങൾ പോകുന്നല്ലേ. കേരളത്തിലുള്ള എല്ലാ മലയാളികൾക്കും ഈ ചങ്ങാത്തം, ഈ മുസ്ലിമോഫീലിയ അല്ലേ അറിയാം. അവരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ മുസ്ലിമോഫീലിയ ശരിക്കും വെക്കാണ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.